ബ്രിട്ടീഷുകാരുടെ കാലത്ത് കരീംനഗർ ശരിക്കും ഒരു നഗരം തന്നെയായിരുന്നു. സ്വാതന്ത്ര്യത്തിനും വിഭജനത്തിനും ശേഷം ഒരു സ്ഥിരം യുദ്ധവേദിയായി തീർന്ന കരീംനഗർ തകർന്നടിഞ്ഞ് മനുഷ്യവാസരഹിതമായി. പട്ടാളത്തിൻ്റെ ശരിക്കും ഇന്ത്യൻ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിൻ്റെ കീഴിലുള്ള അതിർത്തി പ്രദേശം. അയൽ രാജ്യത്ത് ആഭ്യന്തര കുഴപ്പമുണ്ടാകുമ്പോൾ അവരുടെ ഭരണാധികാരികൾ ജനശ്രദ്ധ തിരിച്ചുവിടാൻ ഏതെങ്കിലും ഇന്ത്യൻ അതിർത്തികളിൽ ആക്രമണം അഴിച്ചുവിടുകയാണല്ലോ പതിവ്. അത്തവണ അത് കരീംനഗറിലായിരിക്കുമെന്ന് ഇന്റലിജൻസ് മെസ്സേജ് അനുസരിച്ച് BSFന് കൂടുതൽ ആധുനിക ആയുധങ്ങൾ എത്തിക്കാൻ പുറപ്പെട്ട ആർട്ടിലറി സപ്ലൈ കോറിന്റെ ഇൻചാർജ് ആയിരുന്നു. ദൂരെ മറ്റു ചില ഇന്ത്യൻ ആർമി വെഹിക്കിൾസ് കണ്ട് എനിക്ക് സംശയമായി. ആരായിരുന്നു അത്? ഒരുപക്ഷെ ശത്രു വേഷം മാറി വന്നതാവും. അല്ല, എന്റെ സീനിയർ ഓഫീസറായിരുന്നു മേജർ റൊണാക് സിംഗ്. എന്തോ ക്ലറിക്കൽ മിസ്റ്റേക്ക് കൊണ്ട് ഡൽഹിയിൽ TNC കഴിയാത്ത ആയുധങ്ങളായിരുന്നു അത്രേ ഞങ്ങളുടെ വണ്ടിയിൽ. TNC? അതെ, ടെസ്റ്റഡ് ആൻഡ് സർട്ടിഫൈഡ്. പുതിയ ആയുധങ്ങൾ വാർ ഫ്രണ്ട് ഉപയോഗത്തിന് കൊടുക്കുന്നതിന് മുമ്പ് മാനുഫാക്ചറിംഗ് ഡിഫക്ട്സോ മറ്റ് തകരാറുകളോ ഇല്ലെന്ന് ഉറപ്പുവരുത്തണമെന്നുണ്ട്. ആ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് കിട്ടുന്ന OK സർട്ടിഫിക്കറ്റിനാണ് TNC എന്ന് പറയുന്നത്. എനിക്ക് സംശയം തോന്നി, അത്തരമൊരു ക്ലറിക്കൽ മിസ്റ്റേക്ക്, ദാറ്റ്സ് ഇമ്പോസിബിൾ. എങ്കിലും സീനിയർ ഓഫീസറാണ് പറയുന്നത്, അതും ഞങ്ങളുടെ ചീഫ് ബ്രിഗേഡിയർ ഗിരിധർ ബർവയുടെ റിട്ടേൺ ഓർഡറും കാണിച്ച്. വാസ് ഇറ്റ് ഫേക്ക്? നോ, അത് ഗിരിധർ ബർവയുടെ ഒപ്പ് തന്നെയായിരുന്നു എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഞാൻ എൻ്റെ ട്രക്കുകൾ മേജർക്ക് കൈമാറി. ടെസ്റ്റിംഗ് കഴിഞ്ഞ ആയുധങ്ങളുള്ള അവരുടെ ട്രക്കുകൾ ഏറ്റുവാങ്ങി അതിർത്തിയിലേക്ക് യാത്ര തിരിക്കാൻ ഒരുങ്ങിയപ്പോഴാണ് ഇരുട്ടിൽ മേജർ റൊണാക് സിംഗിന്റെ പുറകിൽ ഞാൻ മറ്റൊരു ഇന്ത്യൻ ഓഫീസറെ കണ്ടത്. അതുകൊണ്ട് താൻ അയാളെ ഓൺ ദ സ്പോട്ട് പിടിച്ചില്ല? എങ്ങനെ കഴിയും സാർ? എന്റെ സീനിയർ ഓഫീസറിന്റെ കൂടെ അതേ റാങ്ക് യൂണിഫോം ധരിച്ചാണ് അയാൾ നിന്നിരുന്നത്. നരേന്ദ്രൻ ഷെട്ടി എനിക്ക് നേരിട്ട് പരിചയമില്ലെങ്കിലും ആ ബിസിനസ് മാഗ്നറ്റിന്റെ ചിത്രം ഏതോ ന്യൂസ് പേപ്പറിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അത് ഷെട്ടിയാണെന്ന് ആ സാഹചര്യത്തിൽ ഞാൻ എങ്ങനെ ഉറപ്പിക്കും? ഞാൻ കണ്ട ഓഫീസർ ഷെട്ടിയുടെ മുഖച്ഛായ ഉള്ള ഒരു ജയകുമാർ ആയിക്കൂടുന്നില്ലല്ലോ. പക്ഷെ അത് ജയകുമാർ ആയിരുന്നില്ലെന്ന് എനിക്ക് മനസ്സിലാക്കാൻ അതേ രാത്രി ഏറെ വൈകേണ്ടി വന്നു. അംഗസംഖ്യയിലും ആയുധബലത്തിലും ഏറെ മുന്നിലായിരുന്ന ആർമി അന്നത്തെ എൻകൗണ്ടറിൽ ദയനീയമായി പരാജയപ്പെട്ടു. നമ്മൾ തന്നെ നമ്മളെ തോൽപ്പിച്ചു. 167 ഭാരതപുത്രന്മാരാണ് അന്നൊരൊറ്റ രാത്രി കരീംനഗറിൽ വീണു മരിച്ചത്. ജീവനോട് രക്ഷപ്പെട്ടത് ഒരേ ഒരാൾ മാത്രം, തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു ഹവീൽദാർ രാജരത്നം. റൊണാക് സിംഗിന്റെ കൂടെ ഞാൻ കണ്ടത് നരേന്ദ്ര ഷെട്ടി തന്നെയാണെന്നും എന്തൊക്കെയോ കള്ളക്കളികൾ ആ രാത്രിയിൽ ആയുധ കൈമാറ്റത്തിൽ നടന്നിട്ടുണ്ടെന്നും എനിക്ക് ഉറപ്പായി. ഭാഗ്യത്തിന് അന്ന് ബേസ് ക്യാമ്പിൽ ഞങ്ങളുടെ ബ്രിഗേഡിയർ ഗിരിധർ ബർവ എത്തിയിരുന്നു. രാജരത്നത്തെയും കൂട്ടി ഞാൻ ബേസ് ക്യാമ്പിലേക്ക് പോയി. എൻ്റെ സംശയം ഞാൻ ബ്രിഗേഡിയറോട് തുറന്നു പറഞ്ഞു. പട്ടാളത്തിന്റെയും പോലീസിന്റെയും കണ്ണുകൾ ഒരേ സമയം വെട്ടിച്ച് കാശ്മീർ മുതൽ കേരളം വരെ ഒരു ഭാരത പര്യടനം. ടെറിഫിക്. മുഹമ്മദ് സാറിന്റെ കൈ പെട്ടില്ലായിരുന്നെങ്കിൽ എന്തായിരുന്നു ശിവറാമന്റെ അടുത്ത സ്റ്റെപ്പ്? മുഹമ്മദ് സാറിന്റെ കൈ പെട്ടതല്ല സുഹൃത്തെ, കീഴടങ്ങാൻ തന്നെ വന്നതാണ്. പൗലോസ് അച്ഛനാണ് എന്നെ ഇങ്ങോട്ട് അയച്ചത്. പൗലോസ് അച്ഛൻ? അച്ഛനെ എങ്ങനെ അറിയാം? റാന്നിയിൽ എന്റെ സ്വദേശത്ത് അച്ഛൻ പണ്ടൊരു പോളിടെക്നിക്കിന്റെ പ്രിൻസിപ്പൽ ആയിരുന്നു. പക്ഷെ ഞാൻ നാട്ടിലെത്തിയത് റോയി അലക്സിനെ കാണാനായിരുന്നു. ആ കൊല്ലപ്പെട്ട ജേർണലിസ്റ്റ്? അതെ, അവൻ എന്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു. ഒരു മീഡിയ കവറേജിലൂടെ ഇന്ത്യൻ സൈന്യത്തിലെ ആയുധ ലോബിയെ തുറന്നു കാട്ടാതെ രക്ഷപ്പെടാനാവില്ലെന്ന് എനിക്ക് തോന്നി. തേടി നടന്നവനെ കണ്ടെത്തിയെങ്കിലും എന്റെ കഥ പറയാൻ കഴിഞ്ഞില്ല. ഈ കഴിഞ്ഞ സെപ്റ്റംബർ 18 ഈവനിങ് അന്നാണ് ഞങ്ങൾ കണ്ടുപിരിഞ്ഞത്.
അയാളാണ് ചക്രപാണി, ഡ്രാമ ഡയറക്ടർ, അക്ഷരമറിയാത്ത അക്കാഡമി അവാർഡ് വിന്നർ, നരേന്ദ്ര ഷെട്ടിയുടെ റൈറ്റ് ഹാൻഡ്. ഇന്ന് രാത്രി ഇവന്റെയൊക്കെ കള്ളി ഞാൻ പൊളിക്കും. ഓക്കെ ശിവറാം, യു ഗോ ആൻഡ് ടേക്ക് റെസ്റ്റ്. രാവിലെ കാണാം. ദാ എന്റെ ഫ്ലാറ്റിന്റെ താക്കോല്. അവൻ പിന്നെ മടങ്ങി വന്നില്ല. പിന്നീടാണ് ഞാൻ പൗലോസച്ചന്റെ അടുത്തെത്തിയത്. ആ റഹീം ഹാജി വധം, റോയി കൊലക്കേസ്, ഇത് രണ്ടും തെളിഞ്ഞു കഴിഞ്ഞു. പിന്നെ ആ ഷെട്ടിയും ചക്രവാണിയും നമുക്ക് ഡിങ് ഡിങ് അങ്ങ് പൊക്കിയാലോ സാർ? നോ, നമ്മുടെ ടാർഗറ്റ് വല്ലാതെ തിരിയുന്നു. ശിവറാം പറഞ്ഞതും നമ്മളിന്ന് എക്സ്പെരിമെന്റ് ചെയ്തതും കൂടി വെച്ച് നോക്കിയാൽ പിന്നെയും ഉണ്ടല്ലോ മിസ്സിംഗ് ലിങ്ക്സ്, ലൈക്ക് ഫാദർ പൗലോസ്. ആ പൗലോസച്ചനായിരിക്കണം എല്ലാത്തിന്റെയും കിങ് പിൻ. എങ്കിൽ എന്തിന് അദ്ദേഹം ശിവറാമിനെ ഇങ്ങോട്ട് അയക്കണം? ഒരുപക്ഷെ കഥ അറിയാതെ ആട്ടം കാണുകയാവണം. ഏയ്, ഒരു മുൻപരിചയവുമില്ല. ലേത്ത് ചുമ്മാ പണിയില്ലാതെ കിടന്ന് തുരുമ്പെടുക്കുന്നത് കണ്ടപ്പോ ഞാൻ മലയാളം കൂടാതെ തമിഴ് പത്രത്തിൽ ഒരു ക്ലാസിഫൈഡ് അഡ്വർടൈസ്മെന്റ് കൊടുത്തു. പീസ് വർക്കിന് ആർഡർ അന്വേഷിച്ചു. ആ പരസ്യം കണ്ട ഇയാൾ തേടി പിടിച്ചു വന്നത്. എന്നാലും എന്റെ തമ്പുരാനെ, ആ പരമദ്രോഹി എന്നെ കൊണ്ട് എന്ത് അക്രമമാണ് ചെയ്യിച്ചത്. അല്ല, അടുത്ത കൺസൈൻമെന്റ് എടുക്കാൻ അയാൾ എപ്പോ വരും? നാളെ കഴിഞ്ഞ്. എന്തിനാ അതുവരെ കാക്കുന്നത്? അവന്റെ അഡ്രസ് ഇവിടെ ഉണ്ടല്ലോ, ഇന്ന് തന്നെ അറസ്റ്റ് ചെയ്യണം കള്ളനെ. ബുദ്ധിമുട്ടാവു വച്ചു. നാഗപ്പ എന്ന പേരും അവൻ തന്ന മേൽവിലാസവും ഒക്കെ ഫേക്ക് ആയിരിക്കും. മേ ബി. അച്ഛൻ ഒന്നും അറിയാത്ത പോലെ ആസ് യൂഷ്വൽ നാളെ കഴിഞ്ഞ് അവന് ലോഡ് കയറ്റി കൊടുക്കുക. വീൽ ഹുക്കൻ. பழனி ஆண்டவா, முருகா, ஆண்டலூர் விநாயகரே, இந்த வாட்டியும் வழக்கப்படி பணத்தை கரெக்டா கொடுத்துடு. பொன்னிச்சாமி, ஐயா, சாப்பிட்டல்ல? ஆமாங்க. வண்டி எடுப்பா. பொன்னிச்சாமி, ஐயா, போய் சோடா கடை ஏதாவது சாப்பிட்டு வா. சரிங்க. ஐயா, நான் தான் நாகப்பா. ஆமாங்க, கிளம்பியாச்சு. ஆமாங்க ஐயா, ஆமா. ஆமா ஐயா, வைக்கட்டுமா? சார்ஜ் ஜாஸ்தி ஆகும் ஐயா. சரிங்க ஐயா. ஐயா, பொந்தலூர் வரைக்கும் ஒரு ஆள் லிஃப்ட் கேக்குறாங்க. லிப்ட் கிஃப்ட் ஒண்ணும் முடியாது. நீ வண்டி அடியா. ആ, ഇച്ചിരി ഒന്ന് മാറിയിരുന്നേ. വലിയ ഉപകാരമാണ് അച്ഛൻ. கடவுளே. ஆமா, பொந்தலூர் பட்டிக்காடாச்சே. ஐயாவுக்கு அங்க என்ன பிசினஸ்? അവിടെ പ്രത്യേകിച്ച് ബിസിനസ് ഒന്നുമില്ലടോ. ഒരുത്തനെ കാച്ചണം. അതിപ്പോ വെടിവെച്ച് കൊല്ലണോ അത് അവിടെ ചെന്ന് കത്തിയെടുത്ത് കുത്തിമലത്തണോന്ന് അവിടെ പോയിട്ട് തീരുമാനിക്കും. பொன்னிச்சாமி, പൊന്നിച്ചാമി കിന്നിച്ചാമി ഒന്നല്ല, പരമ റാസ്കൽ. നല്ല അന്തസ്സുള്ള അയ്യങ്കാര് കുടുംബത്തിൽ പറഞ്ഞവനെ കയറി പൊന്നിച്ചാമി എന്ന് വിളിക്കുന്നു. അയാൾ ഗുരുമൂർത്തി. பொன்னிச்சாமி எங்க? പൊന്നിച്ചാമി എല്ലാം മേലെ അനപ്പിയാச்சு. கடவுளே, கொலை பண்ணியாச்சா? ഗുരുമൂർത്തി, വണ്ടിയുടെ മധുര, ശിവകാശി, വിരുദനഗർ. എങ്ങോട്ടാടോ? ആ വലത്തോട്ടെടുക്ക. എന്താടോ ഒരു വെപ്രാളം? அது வந்து ബന്ധം എന്തോന്നല്ല കാര്യം പറ. പറയടാ. கொஞ்சம். കൊഞ്ചും കിഞ്ചും ഒന്നും കിടയാത്. കറക്റ്റാ ചൊല്ലടാ. ഇത് തന്നെ ശരിயான ശിവകാശി റൂട്ട്. ஆமா, ആമയല്ല, പാമ്പ്. ஆனா நாம போக வேண்டிய இடம் சிவகாசி இல்ல சார். മൂർത്തി, വണ്ടി എടുത്ത്. സത്യം പറയടാ, എവിടേക്കാണ് അയലോട്? எனக்கு தெரியாது சார். தெரியாது. நிஜமா எனக்கு தெரியாது சார். நான் வெறும் ஏஜென்ட் சார். இந்த வண்டியில இருக்கிற லோடு எங்க போய் சேரும், யாருகிட்ட சேரும், எனக்கு ஒண்ணுமே தெரியாது சார். പിന്നെ റൂട്ട് ശരിയല്ലെന്ന് നീ പറഞ്ഞതോ? அது உண்மை சார். ஆண்டலூர் வரைக்கும் தான் எனக்கு டியூட்டி சார். ആണ്ടല്ലൂരോ? ആ. ഏത് കോത്താഴത്തിലാണ്?
சென்னை ரூட் சார். ചെന്നൈ റൂട്ടിൽ എവിടെ? கோயம்புத்தூர்ல இருந்து லெஃப்ட், செந்தாப்பூர்ல இருந்து லெஃப்ட். അവിടെ എന്താടാ ബിസിനസ്? லாரி சாவிய அங்க விநாயகர் சிலை பக்கம் வைக்கணும். அங்க என் பணம் கரெக்டா வரும். பணத்தை எடுக்கணும், ஜீப்ல ஏறணும், இடத்த காலி பண்ணணும், அவ்வளவுதான் சார். அங்க இருந்து இந்த லோடு யார் எடுத்துட்டு போகும்? தெரியாதுங்க சார். திரும்பி பார்க்காமலே போயிடணும். அதான் ஐயாவோட ஆர்டர். ஒருவேளை திரும்பி பார்த்தேன்னு வச்சுக்க, அவ்வளவுதான் சார். இதை விட பெரிய துப்பாக்கி அவங்க கிட்ட இருக்கு சார். நான் புள்ள குட்டிக்காரன் சார். உயிர் மேல ஆசை இருக்காதா சார்? ആരടാ അവൻ? എന്താ ആളുടെ പേര്? ராஜமாணிக்கம். രാജമാണിക്കോ? രാജമാണി. தெரியாதுங்க சார். இந்த பிசினஸ் ஆரம்பிக்கும் போது முதல்ல ஒரே ஒரு வாட்டி தான் சார் நான் பார்த்திருக்கேன். மீதி பிசினஸ் எல்லாம் போன்ல தான் சார். എത്രയാടാ അവന്റെ നമ്പർ? 9843059696. പരിചയം തോന്നില്ലല്ലോ. ഒന്ന് വിളിച്ചു നോക്കിയാലോ? വേണ്ട, അതൊരു പക്ഷേ രാജമാണിക്യത്തിന് റോങ് സിഗ്നൽ ആയാലോ? റിവേഴ്സ് സെന്റർ സ്ട്രൈറ്റ് വേണ്ടല്ലോ. ഹലോ ഹലോ. ஆண்டவா, நீதாப்பா காப்பாத்தணும். வண்டி எடு, வண்டி எடு. വണ്ടി വിട്ടോ. സ്റ്റാർട്ട് ആവുന്നില്ലല്ലോ സാറേ. ആരാടാ നീ? ജോസഫേ. എങ്ങടാ? ഏ